ഇത് ഫേസ്ബുക്കിൽ ജമാലുദ്ദീൻ ഹസന് നമ്മളായിട്ട് മുമ്പ് ഡിബേറ്റൊക്കെ ചെയ്ത ഉസ്താദാണ്. ആള് ഇട്ടൊരു പോസ്റ്റാണ്. അതായത് ഒരാൾ ഒന്നുമില്ലായ്മയെന്ന് പ്രപഞ്ചം ഉണ്ടാക്കുക എന്നുള്ളത് അസംഭവ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് അതിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് അതിനെന്താ കുഴപ്പം, ഒന്നുമില്ലായ്മ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മണ്ടത്തരാണ് അങ്ങനെ പറയുന്നത്, ഒന്നുമില്ലായ്മയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള പറയുന്നത് മണ്ടത്തരാണെന്ന് പറഞ്ഞുകൊണ്ട് ജമാൽ ഉസ്താദ് ഇട്ടൊരു പോസ്റ്റാണിത്. വിഗ്നുവിൻ്റെ സ്വന്തം ഉസ്താദാണ്. ഡിബേറ്റൊക്കെ നിങ്ങൾ എന്തായാലും കാണണം. അപ്പോൾ ഈ മെയിൻലി ഈ പ്രപഞ്ചത്തിൻ്റെ കേസിൽ രണ്ട് വ്യൂ ആണുള്ളത്. ഒന്ന്, ഒന്നുമില്ലായ്മയെന്ന് പ്രപഞ്ചത്തെ ഉണ്ടാക്കി. ഇതാണ് ദൈവവിശ്വാസികൾ ട്രഡീഷണലി വിശ്വസിച്ച് പോരുന്നത്. എനിക്ക് തോന്നുന്നു ഇസ്ലാമിലെ മെജോറിറ്റി ആളുകൾ ഈ ഒരു വ്യൂ വിശ്വസിക്കുന്നവരാണ്. ക്രിസ്ത്യാനിറ്റിയും മെജോറിറ്റി ഒരു വ്യൂ ഹോൾഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവിടെ എക്സ് നിഹീലോ ക്രിയേഷൻ എന്നാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ നെയിം. ക്രിയേഷൻ ബേസിക്കലി രണ്ടെണ്ണാക്കിയിട്ടാണ് വിശ്വാസികൾ ഡിവൈഡ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന് എക്സ് നിഹീലോ, മറ്റേത് എക്സ് മെറ്റീരിയ. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കണതിന് എക്സ് നിഹീലോ എന്ന് പറയും. എന്തെങ്കിലും മെറ്റീരിയൽ വെച്ചിട്ട് സൃഷ്ടിക്കണതിന് എക്സ് മെറ്റീരിയ എന്ന് പറയും. അപ്പം മനുഷ്യന്മാരെന്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു മേശ ഉണ്ടാക്കുക, ഈ ഒരു മൈക്ക് ഉണ്ടാക്കുക, അതൊക്കെ വേറൊരു മെറ്റീരിയലിൽ നിന്ന് ഉണ്ടാക്കണതാണ്. അപ്പോൾ അത് എക്സ് മെറ്റീരിയ ക്രിയേഷനാണ്. ഇവിടെ നമ്മൾ ഡിസ്കഷനിൽ എക്സ് നിഹീലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നുമില്ലാത്തതെന്ന് ഒരു സാധനം ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യണത്. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ നമ്മളിപ്പോൾ നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നാച്ചുറലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം എക്സ് നിഹീലോയും എക്സ് മെറ്റീരിയയും രണ്ടും ഓക്കെ അല്ലേ? നമുക്ക് എക്സ് നിഹീലോയോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രപഞ്ച പ്രതിഭാസം വഴി ഈ ഒരു മേശ ഒന്നുമില്ലായ്മ ഉണ്ടായി വരികയാണ്. അതായത് ഒരു പ്രയർ മെറ്റീരിയൽ ഇല്ലാണ്ട്, മരമില്ല, മുമ്പ് എനർജി യൂസ് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു പ്രയർ മെറ്റീരിയലും ഇല്ലാണ്ട് ഉണ്ടായി വരികയാണ്. നമുക്ക് ഓക്കെ ആണോ ഇത്? അല്ല നമുക്ക് എന്തെങ്കിലും ഇതിനോട് പ്രശ്നം ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, പേഴ്സണലി എനിക്ക് തോന്നുന്നത് ഒരു എത്തിസ്റ്റിന് ആ വ്യൂ എടുക്കാം. അത് എൻറ്റയർലി മിററാണ്. ലൈക്ക് ഒരു വിശ്വാസിക്ക് അങ്ങനെ പോസിബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഒരു എത്തിസ്റ്റിനും അത് അങ്ങനത്തെ ഒരു കോസേഷൻ പോസിബിളാണ്. വ്യത്യാസം ഉണ്ടാവുക വിശ്വാസിയുടെ വ്യൂവിൽ ഒരു വില്ലുള്ള ഒരു ഇൻറ്റൻഷനുള്ള ഒരു ക്രിയേറ്ററാണ് ഇത്തരം കോസുകൾ ഉണ്ടാക്കുന്നത്. നമ്മളെ വ്യൂവിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വില്ലില്ലാത്ത, ഇൻറ്റൻഷൻ ഇല്ലാത്ത എന്തെങ്കിലും ഒരു വസ്തുവായിരിക്കും ഇതുപോലെ മെറ്റീരിയൽ ഇല്ലാണ്ട് കോസേഷൻ ചെയ്യുക. പക്ഷേ അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ എക്സ്പീരിയൻസിന് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇന്നേ വരെ എവിടെയും അങ്ങനെ ഉണ്ടായിട്ട് സംഭവിച്ചത് കണ്ടിട്ടില്ല. ഞാനത് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നാളെ നമ്മൾ ശാസ്ത്രീയമായോ അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ എന്തെങ്കിലും വേറെ ബുദ്ധിപരമായോ എന്തെങ്കിലും രീതിയിൽ കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുക, നമ്മുടെ ഈ സ്പേസ് ടൈം, നമ്മളിപ്പോൾ ഉള്ള ഈ ലോക്കൽ സ്പേസ് ടൈം ഒന്നുമില്ലായ്മയെന്ന് എങ്ങനെ ഉണ്ടായി വന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് പ്രയറായിട്ട് ഇപ്പോൾ നമ്മൾ ആർഗ്യൂ ചെയ്യാണ് ഒരു ക്വാണ്ടം വേവ് ഫംഗ്ഷൻ എന്ന് ആണ് ഇതുണ്ടായി വന്നിട്ടുള്ളത്. ക്വാണ്ടം വേവ് ഫംഗ്ഷൻ മാറി വന്നതല്ല, ക്വാണ്ടം വേവ് ഫംഗ്ഷൻ കോസ് ചെയ്തു ഒന്നുമില്ലായ്മയെന്ന് ഈ ഒരു സ്പേസ് ടൈമിന് ഉണ്ടാവാൻ. അങ്ങനെ നമുക്ക് ആർഗ്യൂ ചെയ്യാമല്ലോ. അങ്ങനെ അതായത് ഈ ലോക്കൽ സ്പേസ് ടൈം ഒന്നുമില്ലായ്മയെന്ന് ഉണ്ടായി എന്ന് നാളെ സ്ഥാപിക്കപ്പെട്ടാൽ പോലും അങ്ങനെ ചെയ്യണോണ്ട് ലോജിക്കലി എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നണില്ല. പിന്നെ ആഫ്റ്റർ ഓൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ലേ എന്നുള്ള വിഷയം വരുമ്പോൾ വിശ്വാസികളായാലും എത്തിസ്റ്റുകളായാലും എന്തെങ്കിലും ഒരു തരത്തിലുള്ള കോസൽ പ്രിൻസിപ്പിളും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റാഫിസിക്കൽ പ്രിൻസിപ്പിൾസ് ഹോൾഡ് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ടാണ് അവരെ വേൾഡ് വ്യൂ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാറ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത്തരത്തിലുള്ള കോസേഷൻ പോസിബിൾ അല്ല എന്ന് പറഞ്ഞിട്ടൊരു വീക്ഷണം എടുക്കുക, ആണെന്ന് പറഞ്ഞിട്ടും വീക്ഷണം എടുക്കാം. അപ്പോൾ ഇവിടെ ജമാലുദ്ദീൻ ഹസനി ഈ ഒരു പോസ്റ്റ് തുടങ്ങിയിട്ടുള്ളത് തെളിവുണ്ടെങ്കിലും അനുഭവമില്ലാത്തവ നിഷേധിക്കൽ മനുഷ്യരുടെ പൊതു സ്വഭാവമാണ് എന്നുള്ളതാണ്. അതൊരു പൊതു സ്വഭാവമാണോ? തെളിവുണ്ടെങ്കിലും അനുഭവമില്ലാത്ത നിഷേധിക്കുക എന്നുള്ളത്? ഓക്കെ, ഒന്നാമത് അനുഭവമില്ലാത്തവ, നമ്മളെ എക്സ്പീരിയൻസിൽ ഇല്ലാത്തൊരു കാര്യം നിഷേധിക്കുക എന്ന് പറയുന്നത് ഞാനതൊരു നല്ല ട്രീറ്റ് ആയിട്ടാണ് കാണുന്നത്. കാരണം നമ്മളെ എക്സ്പീരിയൻസിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം, ഒരു ക്ലെയിം ആവട്ടെ, എന്തും ആവട്ടെ, അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളൊന്ന് സ്കെപ്റ്റിക്കലാവണം. അതിന് എന്ത് തരം തെളിവുകളാണ് ഉള്ളതെന്ന് അന്വേഷിക്കണം. കാരണം ഇപ്പോൾ കാൾ സേഗൻ പറഞ്ഞ പോലെ എക്സ്ട്രോഡിനറി ക്ലെയിംസുകൾക്ക് എക്സ്ട്രോഡിനറി എവിഡൻസ് വേണമെന്ന് പറയുന്ന പോലെ നമ്മളെ എക്സ്പീരിയൻസിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ക്ലെയിം വരിക അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഒബ്സർവ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരുപാട് തെളിവുകൾ അന്വേഷിച്ചിട്ട് വേണം അത് കൺഫേം ചെയ്യാൻ. അപ്പം ഞാനിപ്പോൾ ജമാൽ ഉസ്താദ് പറഞ്ഞതൊന്ന് റീഫ്രൈസ് ചെയ്യാണ്. ഇപ്പോൾ തെളിവുണ്ടെങ്കിലും എന്നുള്ളതിന് പ്രോപ്പറായിട്ടുള്ള തെളിവുണ്ട്. ഓക്കെ, ഒരു ക്ലെയിം ഉണ്ട്, അതിന് പ്രോപ്പറായിട്ടുള്ള തെളിവുണ്ട്, സ്റ്റിൽ അത് നമ്മുടെ എക്സ്പീരിയൻസിൽ ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ അത് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് നമ്മളെന്തായാലും ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നില്ല അത് കോമൺലി മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ സയൻസിൽ പോസ്റ്റുലേറ്റ് ചെയ്യുന്ന പല എൻറ്റിറ്റികൾ,
ഇപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത സാധനം ഇലക്ട്രോൺ നമ്മൾ എന്താ നോർമൽ സെൻസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല, കോർക്കുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. പക്ഷേ അത് സയൻറ്റിഫിക്കലി ഓവർവെൽമിങ് എവിഡൻസ് ഉള്ളതുകൊണ്ട് അതാരും നിഷേധിക്കാറില്ല. ഇലക്ട്രോൺ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും ആർഗ്യൂ ചെയ്യാറില്ല. അപ്പോൾ അവിടെ അനുഭവത്തിൻ്റെ കേസല്ല ഇവിടെ വരാറ്. ഈ എക്സ് നിഹിലോ ക്രിയേഷൻ്റെ കാര്യത്തിൽ അത് ഒന്നുമില്ലായ്മയെന്ന് പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയുന്ന കേസിൽ നമ്മൾ നിഷേധിക്കാൻ കാരണം തെളിവുണ്ടായിട്ടല്ല, തെളിവില്ല എന്ന അനുഭവത്തിലും ഇല്ല. അതായത് രണ്ട് കേസാണ്. ഇവിടെ ജമാൽ ഉസ്താദ് പറയുന്നത് തെളിവുണ്ട് എന്ന അനുഭവത്തിലില്ല. പക്ഷേ ഇവിടെ പ്രപഞ്ചം ഒന്നുമില്ലായ്മയെന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നുമില്ലായ്മയെന്നുണ്ടാവാം. ഒന്നുമില്ലായ്മയെന്നുണ്ടാവുക എന്ന് പറയുന്നത് എന്താ മെറ്റീരിയൽ ഇല്ലാണ്ട് ഉണ്ടാവുക എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. എനർജി മെറ്റീരിയൽ, അതായത് കോസിറ്റീവ് പ്രിൻസിപ്പിൾ നമുക്ക് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. ഇപ്പോൾ അങ്ങനെ ഒരു കേസിൽ ഒന്നുമില്ലായ്മയെന്ന് എന്തെങ്കിലും ഉണ്ടാവുക എന്നുള്ള ഒരു കേസ്, അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നുള്ള കേസായാൽ പോലും അത് നമ്മുടെ അനുഭവത്തിലില്ലാത്ത കേസാണ്. അപ്പോൾ അനുഭവത്തിലും ഇല്ല, തെളിവും ഇല്ല. അതുകൊണ്ട് അത് നിഷേധിക്കാൻ നല്ലൊരു റീസൺ അല്ലേ അത് എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. ഇപ്പോൾ ഇവർ കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് ഡിഫെൻഡ് ചെയ്യാറുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിന് പറയുമ്പോൾ ഈ ജമാൽ ഉസ്താദ് അടക്കം ക്രെയ്ഗ് തൊട്ട് സകല വിശ്വാസി ടീമുകളും പറയാറുള്ളതാണ് ഒന്നുമില്ലായ്മയെന്ന് പ്രപഞ്ചം ഉണ്ടാവില്ല. ഇവരെ പോയിന്റാണ്, ഇവരെ മെയിൻ പോയിന്റാണ് ഒന്നുമില്ലായ്മയെന്ന് പ്രപഞ്ചം ഒരു കാരണമല്ലാണ്ട് ഉണ്ടാവില്ല. ഇവരുദ്ദേശിക്കുന്നത് സൃഷ്ടാവില്ലാണ്ട് ഒന്നുമില്ലായ്മയെന്ന് പ്രപഞ്ചം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇവരെങ്ങനെ ഡിഫെൻഡ് ചെയ്യാറത്? അത് ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമല്ലേ, അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ പോരെ. അത് ഉള്ള ബോധ്യമാണ്. അതുപോലെ തന്നെ ഇവർ ചുറ്റും കാണിച്ചു, ക്രൈക്കൊക്കെ ചുറ്റും പറയും നമ്മൾ കാണുന്ന സാധനങ്ങളൊക്കെ ഒരു കോസ് ഉണ്ടായിട്ടുണ്ടാകുന്ന ഒന്നുമില്ലായ്മ ഉണ്ടായി വരുന്നതല്ല എന്നുള്ള ഒരു ഡിഫെൻസാണ് ഇവർ കൊടുക്കാറ്. ഇതേ ഡിഫെൻസ് നമുക്കും കൊടുക്കാൻ പറ്റും. ഇവിടെ രണ്ട് രീതിയിലുള്ള തെളിവാണ് ബേസിക്കലി വിശ്വാസികൾ അപ്പീൽ ചെയ്യാറ്. ഒന്ന് ഇൻഡ്യൂഷനും, രണ്ട് ഇൻഡക്ഷനുമാണ്. അപ്പോൾ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് ഈ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമാണോ അല്ലേ എന്ന് ചോദിച്ചില്ലേ, ആ കാര്യത്തിനെയാണ് നമ്മൾ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മളെ ബുദ്ധിക്ക് തോന്നുന്നത് ഓക്കെ എന്തെങ്കിലും ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും തുടക്കം ഉണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവണം എന്നൊക്കെ ഉള്ളത് നമ്മളെ ബുദ്ധി നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കൗണ്ടർ ഇൻഡ്യൂറ്റീവ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഇൻഡ്യൂഷനെതിരെ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനത്തെ ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ തെളിവ് എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ, അല്ലെങ്കിൽ ഇവിടെ എക്സ്പീരിയൻസ് എന്ന് പറയാം. നമ്മൾ ചുറ്റോറം നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്തൊരു കാര്യത്തിനും തുടക്കമുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതേ എവിഡൻസുകൾ ഇപ്പോൾ കലാമിന് ഫസ്റ്റ് പ്രിമൈസിന് ഇവർ കൊടുക്കാൻ എന്തൊക്കെ എവിഡൻസുകളാണോ വെച്ചത്, അപ്പോൾ അതേ എവിഡൻസുകളാണ് ഇവിടെ ഉസ്താദ് പറഞ്ഞ പോലെ ഭൗതികവാദികൾ നിഷേധിക്കുന്ന ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഉസ്താദിന് അങ്ങനെ ഒരു പ്രിമൈസ് എക്സ്പീരിയൻസും ഇൻഡ്യൂഷനും വെച്ച് എടുക്കാം എന്നുണ്ടെങ്കിൽ നമുക്കും അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ ഇൻഡ്യൂഷനും എക്സ്പീരിയൻസും വെച്ചെടുക്കാവുന്നതുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ അപ്പീൽ ചെയ്യുമ്പോൾ, അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ എടുക്കുമ്പോഴാണ് ഉസ്താദ് ഇങ്ങനെ ഒരു പോസ്റ്റ് എഴുതുന്നത്. അനുഭവമില്ലാത്തവ നിഷേധിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഉസ്താദ് പോസ്റ്റ് ചെയ്തത് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ്. ഇവിടെ ഉസ്താദ് ആ പ്രിമൈസിനെ മരമണ്ടൻ പ്രിമൈസ് എന്നാണ് പറഞ്ഞുള്ളത്. അപ്പോൾ കലാം പോലെ ഒരു പ്രിമൈസിന് എന്തൊക്കെ എവിഡൻസ് ഉണ്ടോ അതേ എവിഡൻസ് വെച്ച് നമ്മൾ എടുക്കുന്ന ഒരു പ്രിമൈസിനെയാണ് ഉസ്താദ് മരമണ്ടൻ പ്രിമൈസ് എന്ന് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉസ്താദിൻ്റെ ആ ജഡ്ജ്മെൻറ്റ് നമ്മൾ അതേ രീതിയിൽ നമ്മൾ റീസൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം കലാമിൻ്റെ ഫസ്റ്റ് റീസൺ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിമൈസ് മരമണ്ടൻ പ്രിമൈസ് ആണെന്ന് പറയാം. കാരണം ഒന്നുമില്ലായ്മയെന്ന് പ്രപഞ്ചം ഉണ്ടാവുക എന്നുള്ളത് നമ്മളെ അനുഭവത്തിലുള്ള കാര്യമല്ല. പക്ഷേ നടക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒന്നുമില്ലായ്മയെന്ന് പ്രപഞ്ചം ഉണ്ടായിക്കൂടെ എന്നുള്ളത് ഓഫ് കോഴ്സ് നമ്മൾ ആ വ്യൂ ഡിഫെൻഡ് ചെയ്യുന്നില്ല. അത് ഒന്നുമില്ലായ്മയെന്നൊരു കാരണമല്ലാണ്ട് എന്താ ഉണ്ടായി വന്നു എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരാൾക്ക് ജമാൽ ഉസ്താദ് കൊടുത്ത സെയിം റീസണിങ് കൊടുക്കാൻ പറ്റും. അത് അനുഭവത്തിലില്ലാത്തത് നിങ്ങൾ എങ്ങനെ ഇല്ല എന്ന് പറയുന്നു എന്നുള്ള ഈ റീസണിങ്സ്. പിന്നെ ഈ പോസ്റ്റിൻ്റെ അവസാനം ഉസ്താദ് സയൻറ്റിസത്തിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ വിശ്വാസികൾക്ക് വേദം എന്ന് പറയുമ്പോൾ വിശ്വാസികൾ ചാടണ പോലെയാണ് യുക്തിവാദികൾ ശാസ്ത്രം എന്ന് പറയുമ്പോൾ ചാടണത്. ഉസ്താദ് വേദത്തിനെ പറ്റി പറഞ്ഞത് കറക്റ്റായിരിക്കും. പക്ഷേ യുക്തിവാദികൾ എന്തായാലും ശാസ്ത്രം മാത്രം കണ്ട് ചാടുന്നവരല്ല, അവർ യുക്തി ചിന്തകരാണ്. പ്രൈമറിലി യുക്തിനെ ബേസ് ചെയ്തിട്ടുള്ള ആർഗ്യുമെൻ്റ്. അപ്പോൾ സയൻസ് എടുക്കാൻ കാരണം തന്നെ സയൻസ് യുക്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആയതുകൊണ്ടാണ്. ഒരു എഫിഷ്യൻ്റ് ടൂളാണ്, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് സയൻസ് പറയുന്നത് വിശ്വസിക്കൽ വളരെ റാഷണൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾ ഒന്നുമില്ലായ്മയെന്ന് പ്രപഞ്ചം ഉണ്ടായി അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കി എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലായ്മയൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കണോ, ഒന്നുമില്ലായ്മയെന്ന് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിശ്വസിക്കണോ, അത് ഈ കാര്യത്തിൽ അഗ്നോസ്റ്റ് ആയിരിക്കണം. അതായത് രണ്ടും അറിയില്ല, ഒന്നുമില്ലായ്മയെന്ന് എന്തെങ്കിലും ഉണ്ടാവില്ല എന്ന് അറിയില്ല. ഈ ഒരു 3 പൊസിഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒന്നും കൂടി റീസണബിൾ ഒന്നുമില്ലായ്മയെന്നൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കലാണ്. കാരണം അതിൻ്റെ റീസൺ ഒന്ന് ഇൻഡക്റ്റീവായി നമ്മൾ പറഞ്ഞു, ചുറ്റുമുള്ള നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. 2 ഇൻറ്റ്യൂറ്റീവാണ്,
നമ്മൾ കലാമിന് സപ്പോർട്ട് കൊടുക്കുന്ന പോലെ നമ്മുടെ ബുദ്ധി അതിനെ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയുന്ന പോലെ ഒന്നുമില്ല, ഒരു മെറ്റീരിയൽ കോഴ്സും ഇല്ലാണ്ട് ഒരു സാധനം ഉണ്ടാവുക എന്നുള്ളത് അസാധ്യമാണ്. അസാധ്യം ഇൻ ദ സെൻസ് എന്തോ ലോജിക്കൽ കോൺട്രഡിക്ഷൻ വരുന്നല്ല, പക്ഷേ അത് നടക്കില്ല എന്നുള്ളത് പറയാം. നമ്മളിപ്പോൾ ഒരു വ്യൂ എടുക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ആ വ്യൂ ആണ് ശരി, അതൊരിക്കലും മാറില്ല എന്നുള്ളതല്ല. ആ വ്യൂ കൂടുതൽ എവിഡൻസ് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ചിലപ്പോൾ ഈ വ്യൂ ആയിരിക്കും എവിഡൻസ് ഫേവർ ചെയ്യണത്, അല്ലെങ്കിൽ ചിലപ്പോൾ എവിഡൻസ് വന്നു കഴിഞ്ഞ് മറ്റ് വ്യൂകളെ ഫേവർ ചെയ്യുന്ന രീതിയിലുള്ള എവിഡൻസുകളും വരാം. അപ്പോൾ ഈ ഒരു കൊസേഷൻ എന്നുള്ള കാര്യം മെറ്റാഫിസിക്സിലേറെ ചർച്ച ചെയ്തുള്ള ഡിബേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. അതിലിപ്പോഴും ഒത്തുതീർപ്പൊന്നും വന്നിട്ടില്ല. സയൻസും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കൊസേഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രാഗ്മാറ്റിക്കായിട്ട് സയൻസ് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കൊസേഷൻ എന്ന് പറയുന്നുണ്ട്. അല്ല, കൊസേഷൻ റിയാലിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ആക്ച്വൽ സാധനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും നമ്മളെ കറൻറ്റ് പൊസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവുള്ളതിനെ വിശ്വസിക്കുക, തെളിവുള്ളത് നമ്മൾ എടുക്കുക. അതേസമയം നമ്മൾ എക്സ്പീരിയൻസിനെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ച് സ്കെപ്റ്റിക്കലായിട്ട് നോക്കിക്കാണണം. മാത്രമല്ല അതിന് നമ്മൾ ചോദിക്കേണ്ട എവിഡൻസ്, അതിൻ്റെ എവിഡൻസിൻ്റെ എമൗണ്ട് വളരെ അധികമായിരിക്കണം. എന്ന് വെച്ചാൽ ചെറിയ എവിഡൻസ്, ഇപ്പോൾ ഒരു ടെസ്റ്റിമോണി കൊണ്ടൊന്നും നമ്മൾ ഇത്തരത്തിലുള്ള ക്ലെയിമുകൾ വിശ്വസിക്കാൻ പാടില്ല, നമ്മൾ എക്സ്പീരിയൻസിന് വിരുദ്ധമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് എത്ര വിട്ടു നിൽക്കുന്നോ അത്രത്തോളം അത് തെറ്റാവാനുള്ള സാധ്യത കൂടും. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇത്രയും കാലമായിട്ടൊരു ബെൻസ് വന്നിട്ടില്ല. അപ്പോൾ ഒരു ബെൻസ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നാട്ടിൽ ബെൻസ് കാറുകളുണ്ട്, ബെൻസ് കാർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, പക്ഷേ സ്റ്റിൽ അതിനൊരു എവിഡൻസ് വരും. കാരണം എൻ്റെ വീട്ടിൽ ബെൻസ് കാർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീട്ടിൽ ആരുടെ ബെൻസ് ഇല്ല, അങ്ങനെ ബെൻസിൽ വരാനുള്ള ആൾക്കാർ വളരെ കുറവാണ്. ഇനി ഒരു ക്ലെയിം ഞാൻ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യാണ്, എൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു ആന വന്നു എന്നുള്ളത്. ആന നാട്ടിലുണ്ട്, പക്ഷേ പൊതുവേ ആനകൾ അങ്ങനെ വീടുകളിലേക്ക് വരാറില്ല. ബെൻസ് കാർ വരണ അത്ര ഒരു ഫ്രീക്വൻസിയിൽ പോലും ആനകൾ വരാറില്ല. ഓക്കെ, അപ്പോൾ അതിന് കുറച്ചും കൂടി എവിഡൻസ് വേണം. ഇനി ഞാൻ വീണ്ടും അപ്പ് ചെയ്യാണ്, ഒരു പറക്കുന്ന ആന വീടിൻ്റെ മുറ്റത്ത് വന്നു. ഇവിടെ എന്ത് സംഭവിച്ചത്? നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് വളരെ വിട്ട് നിൽക്കുകയാണ്. എന്ത് സംഭവിച്ചോ, ഒന്നുമില്ലായ്മ എന്തെങ്കിലും ഉണ്ടാവുക എന്നുള്ളത് എത്ര നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് വിട്ട് നിൽക്കുന്നോ അതേപോലെയാണ് പറക്കുന്ന ഒരു ആന വരുന്നു എന്നുള്ളത്. വീടിൻ്റെ മുന്നിൽ ബുറാക്ക് വന്നു. അതെ, ബുറാക്ക് വന്ന്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ക്ലെയിം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക, പറക്കുന്ന ആനയെ മാറ്റി വെള്ള പറക്കുന്ന ആനയൊക്കെ, അപ്പോൾ അങ്ങനെ വെറൈറ്റി ഇങ്ങനെ ആക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇങ്ങനെ എത്ര എക്സ്പീരിയൻസിൽ നിന്ന് വിട്ട് നിൽക്കുന്നു അത്രത്തോളം അത് തെറ്റാവാനുള്ള സാധ്യത കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് വിടുന്തോറും നമ്മളത് തെറ്റാണെന്ന് വിശ്വസിക്കാനുള്ള റീസൺസ് കൂടി വരികയാണ്. അതേസമയം അത് ശരിയാക്കണമെങ്കിൽ അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാവുന്ന അത്രയ്ക്കും അതെ, സാഗം പറഞ്ഞ ആ ഒരു കോട്ട് തന്നെയാണ്, എക്സ്ട്രോർഡിനറി ക്ലെയിം റിക്വയർസ് എക്സ്ട്രോർഡിനറി എവിഡൻസ്. ഓക്കെ, അപ്പോൾ ഈ പോസ്റ്റിൻ്റെ മെയിൻ കോർ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസിന് വിരുദ്ധമായിട്ടുള്ളൊരു സാധനം വന്നു, അതിന് കുറച്ച് തെളിവുണ്ട്, അപ്പോൾ അത് വിശ്വസിക്കണം എന്നാണ് ഉസ്താദ് പറയുന്നത്. വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് മനുഷ്യന്മാരെ സഹജമായിട്ടുള്ളൊരു സ്വഭാവമാണ് എന്നുള്ളത്. അപ്പോൾ നമ്മളിതിന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസിന് വിരുദ്ധമായിട്ട് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം തെളിവ് വേണം എന്നുള്ളത് ഒന്നാമത്തത്. പിന്നെ ഈ ഉസ്താദ് പറഞ്ഞ ഈ അനുഭവമില്ലാത്തവ നിഷേധിക്കുക എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഉസ്താദ് കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻ്റ് പോലത്തെ ആർഗ്യുമെൻറ്റുകളെ പ്രിമൈസുകൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിനോട് പാരഡി ആയിട്ട് നമ്മളൊരു ആർഗ്യുമെൻറ്റ് ബിൽഡ് ചെയ്യണം. എക്സ് നിഹീലോ സാധ്യമല്ല, അല്ലെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള സൃഷ്ടിപ്പ് സാധ്യമല്ല, അതുകൊണ്ട് ദൈവം ഇല്ല എന്നുള്ള രീതിയിൽ ഒരു ആർഗ്യുമെൻറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ അവിടെ ഉസ്താദ് പറയുന്നത് ഒരു മരമണ്ടൻ പ്രിമൈസാണ് എന്നുള്ള രീതിയിൽ. സെയിം എവിഡൻസ് ഉണ്ട്, യെറ്റ് ഉസ്താദ് പറയുന്നു മരമണ്ടൻ എവിഡൻസ് ആണെന്നുള്ളത്, മരമണ്ടൻ പ്രിമൈസ് ആണെന്നുള്ളത്. അപ്പം നമുക്കും പറയാം കലാമിൻ്റെ പ്രിമൈസ് മരമണ്ടൻ പ്രിമൈസ് ആണെന്നുള്ളത്. പിന്നെ അവസാനമായ സമയത്ത് ഉസ്താദ് സയൻറ്റിസത്തിനെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പോൾ സയൻറ്റിസം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. അതിൽ നമ്മളെ പൊസിഷനൊക്കെ നമ്മൾ ക്ലിയർ ആക്കിയതാണ്. നമ്മൾ CVN ആയിട്ട് ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർട്ടിൻ ബൗഡറിനെ വന്ന് ആ പുള്ളിക്കാരനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തന്നെ ഒരു ഡിസ്കഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മളെ പൊസിഷനൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സയൻസിനും ഓഫ് കോഴ്സ് ഈ ഒരു വിഷയത്തിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ശാസ്ത്രമാത്രവാദികളൊന്നുമല്ല.